പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. ഞാൻ ഈ വീഡിയോയിൽ തംബ്നെയിലിൽ 1 കോടി രൂപയുടെ മോഡിഫിക്കേഷൻ ഇടും. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായി നമ്മള് വീഡിയോസിലൊക്കെ വന്നിട്ടല്ലേ അല്ലേ? കുറെ നാളായി, കാരണം ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയി അല്ലേ? അതുകൊണ്ടാണ്. അപ്പൊ ഇനി എന്തായാലും തുടർച്ചയായിട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കിടുക്കാച്ചി കിടിലം വൈബ് മൈൻഡ് വ്ളോഗ്സ് ഒക്കെ നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? കാർ XUV 300. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം മോഡിഫിക്കേഷൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതിനുശേഷം ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് പക്ഷേ ഇന്ന് വന്നത്. പക്ഷേ ഇന്ന് മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നില്ല. കുറച്ച് സാധനം നമ്മൾ പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാണ് അല്ലേ? ഞാനും ഷാലുവും കൂടി അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വെറുതെ ഒരു വീഡിയോ ആക്കാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങൾ നോക്കുക സാധനം എങ്ങനെ ക്വാളിറ്റി ഉണ്ടോ, സംഭവം അടിപൊളിയാണോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. കിടുക്കാച്ചി സാധനങ്ങളായിട്ട് വരാം. എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കിടുന്ന സാധനങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? അതേപോലെ എനർജറ്റിക് ഡോക്ടർ മല്ലു തിരിച്ചു വരുന്നതായിരിക്കും. ട്രൈപോഡൊക്കെ എവിടെ? ഗൈസ്, അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെയാണ് സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഏതാണ് ഈ ബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ വന്നത്, ഇതാണ് നമ്മുടെ DRL. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നൊരു പോർഷനാണ്. ഹെഡ്ലൈനിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ്. നിങ്ങൾക്കറിയാം XUV 300 ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ DRL 7 മാതിരി ഇരിക്കും. അടിപൊളി സംഭവമാണ്. ഇതിപ്പോൾ നമ്മൾ കമ്പനി സാധനമാണ്, മഹേന്ദ്രയുടെ തന്നെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് DRL ആണ്. പിന്നെ അടുത്തതായിട്ട് വന്നതെന്ന് പറയുമ്പം ഇതും ഈ ബോക്സ്, ഇത് അത് റൈറ്റും ഇത് ലെഫ്റ്റും, രണ്ട് സൈഡിലും DRL ആണ്. അപ്പോൾ ഇതും ബോക്സ് അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാം, എന്തെങ്കിലും കംപ്ലൈൻറ്റോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതും വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഇതും DRL. ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റും റൈറ്റ് സൈഡുമാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് കൂടി നമുക്ക് അൺബോക്സ് ചെയ്യാം. എൻ്റെ മോനെ സാധനം. അപ്പോൾ ഇതാണ് ഐറ്റം. ഇതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. ഈ സാധനം ഫുൾ ഓപ്ഷൻ്റെ ഹെഡ്ലൈറ്റ് ആണ്, പ്രൊജക്ടർ ലാമ്പ്. ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിലാണല്ലേ ഹാലജനുണ്ട്, പ്രൊജക്ടർ ലാമ്പുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ്. DRL ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞതിൻ്റെ ഇതിൻ്റെ ബാലൻസ് ആണ് അത്. ഈ ഒരു സംഭവം ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഡയറക്റ്റ് താഴോട്ട് വരും എന്നുണ്ട്. അതിൻ്റെ ഇതിൻ്റെ അടുത്ത ബാലൻസ് പ്രോഡക്റ്റാണ് ആ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഒരു ഹെഡ്ലൈറ്റ് കൂടി വരാറുണ്ട്. ഒന്നേ വന്നിട്ടുള്ളൂ. സ്റ്റോക്ക് എന്തോ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒന്നേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഹെഡ്ലൈറ്റും കൂടി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താണ് മോഡിഫൈ ചെയ്യും. നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും DRL ഫ്രണ്ട് മൊത്തത്തോടെ ഒരു മാറ്റമായിരിക്കും. അങ്ങനെ അടിപൊളിയാവും ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക ആ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും വാങ്ങിച്ച് കൂട്ടിയ കാര്യങ്ങളും. ഇപ്പോൾ എന്തായാലും വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ്റെ അടുത്ത വീഡിയോ കാണാൻ പറ്റുള്ളൂ. അല്ലേ അവിടെ അടുത്തൊന്നും തോന്നട്ടെ, നമ്മളാണ് ക്യാമറ ഓടിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് മാത്രമല്ല, വണ്ടിയിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. കുറേ ആഗ്രഹങ്ങളുണ്ട്, കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന്. വേറെ മോശമായിട്ടുള്ള രീതിയിലല്ല, എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും പയ്യെ നമ്മൾ ഓരോ വീഡിയോസിൽ കൂടെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ട് കാണിച്ച് തരുന്നതായിരിക്കും.
അല്ലേ? യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ XUV 300 അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടത്തി. ബാക്ക് കണ്ടില്ലേ, നമ്മുടെ താഴെ ബമ്പറിൻ്റെ ആ ഒരു സൈഡിലും ഫുള്ള് നമ്മൾ കമ്പനി ഫുൾ ഓപ്ഷൻ മോഡൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലേ സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം വണ്ടി അത്യാവശ്യം ഫുൾ ഓപ്ഷൻ മോഡലൊക്കെ ആയി അടിപൊളിയായിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം വളരെ ഇൻഫോർമേറ്റീവ് ഒരു കിടിലൻ കണ്ടന്റ് ആയിരുന്നു അല്ലേ? അല്ലേ? ആണ്, അല്ലെങ്കിലും ആണെന്ന് പറ ഗൈസ്. അപ്പോൾ സംഭവം എന്തൊരു കിടക്കാച്ചി, ആർക്കും അറിയാത്ത സംഭവം. കുറേ പേർക്കൊക്കെ അറിയത്തില്ല. അതിൻ്റെ DRL ഹെഡ്ലൈറ്റ് ഒക്കെ തപ്പി നടക്കുന്ന ഒത്തിരി പേര് കാണും. അപ്പോൾ ഇത് എവിടെ നിന്നാണ് മേടിച്ചത്, എത്ര രൂപയായി, അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. അടുത്ത നമ്മുടെ വണ്ടിയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും നെക്സ്റ്റ് ടൈം വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആ ഒരു ടൈം ആവുമ്പം. അപ്പൊ എന്തായാലും ഇനി തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കും അല്ലേ? ഇടും. അതാണ് ഇവിടെ ചാനലൊക്കെ തുടങ്ങി വലിയ ആളായിട്ടാ. എന്തോ ഷോർട്ട് വീഡിയോസ് ചെയ്ത് കുഴപ്പമില്ല, നല്ല രസമൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുക, നിങ്ങൾ ചുമ്മാ കയറി നോക്കിയാൽ. അപ്പൊ എന്തായാലും കയറി നോക്കിയാൽ അടിപൊളി വീഡിയോസ് ആണ്. അപ്പൊ എന്തായാലും അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. ഞാൻ ഈ വീഡിയോയില് തംബ്നെയിലില് 1 കോടി രൂപയുടെ മോഡിഫിക്കേഷൻ ഇടുന്നതിൽ നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ? ഞാൻ ചുമ്മാ ഇടാൻ പോവാ. വീഡിയോ ഒന്ന് റീച്ച് കിട്ടുമെന്ന് അറിയണമല്ല, വെറുതെ ഒന്ന് ഇട്ട് നോക്കാൻ പോവാ. പലരും പല കോടികളും വെച്ച് റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് റീച്ച് ഉണ്ടാക്കിയാൽ എങ്ങനെയാ? അപ്പൊ ഞാനും ഒന്ന് 1 കോർ. അപ്പൊ ഞാൻ എന്തായാലും എന്റെ തംബ്നെയിലിൽ ഞാൻ 1 കോടി നിങ്ങളുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് ഞാൻ വെക്കാൻ പോവുക. അപ്പൊ 1 കോടി രൂപയുടെ മോഡിഫിക്കേഷൻ XUV 300 ചെയ്യാൻ പോകുന്നു. അപ്പം ക്യാപ്ഷൻ പൊളിയല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ കലക്കും. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ ഇതിനേക്കാളും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.